ഹായ് ഹലോ യെല്ലോ മേക്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫുഡ് പീലിംഗ് മാസ്ക് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു കൊറിയൻ പ്രോഡക്റ്റാണ്. ഇഡായി എന്നുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എഴുതിയിരിക്കുന്നത് ഏത് ലാംഗ്വേജ് ആണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ജസ്റ്റ് ട്രൈ മാത്രമാണ്. സക്സസ് ആവുമെന്ന് അറിയില്ല. ഇതാണ് എൻ്റെ കാലിൻ്റെ ബിഫോർ അവസ്ഥ. എനിക്ക് ചെറുതായിട്ട് ക്രാക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടാണ് സ്കിൻ കിടക്കുന്നത്. നല്ല ടാനും ഉണ്ട്. ആദ്യം തന്നെ ഞാൻ കാലിലെ മിഞ്ചിയും നെയിൽ പോളിഷും ഒക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം ഈ ഫുഡ് പീലിംഗ് മാസ്കിൻ്റെ സോക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ കാലിലേക്ക് രണ്ട് കാലിലും കൂടെ അങ്ങ് ഇട്ടു. എനിക്ക് പീലിംഗ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഒട്ടും കംഫർട്ടല്ല. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും ഇത് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഇങ്ങനെ തൊലിയൊക്കെ പൊളിച്ച് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ കണ്ടതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ചെയ്തു നോക്കുന്നതാണ്. നല്ല ടെൻഷൻ ഉണ്ട് ചെയ്യുമ്പോൾ. ഈ സോക്സിനകത്തൊരു ലിക്വിഡാണ് ഉണ്ടാവും. അപ്പോൾ 1 hour ആയിരുന്നു ഇത് വെക്കേണ്ടിയിരുന്നത്. അപ്പോൾ 1 hourന് ശേഷം ഞാനിത് റിമൂവ് ചെയ്തു. ഇത് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചൊരു ലിക്വിഡ് നമ്മുടെ കാലിലിങ്ങനെ കിടക്കും, നമ്മുടെ തൊലി പൊളിയോ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഫസ്റ്റ് ഡേ ഉണ്ടാവില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ തൊലി കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞു പോവുക. എനിക്ക് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും പ്രത്യേകിച്ച് ചേഞ്ചൊന്നും കാലിന് വന്നിട്ടില്ല. കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. 3rd ഡേ ആയപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാലിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ട് തോല് പൊളിഞ്ഞു തുടങ്ങി. മേൽഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല. ഇതൊരു 4th ഡേ ആകുമ്പോഴത്തേക്കാണ് കുറച്ച് ഭാഗം നമുക്കിങ്ങനെ കയ്യിൽ പൊളിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇങ്ങനെ കിട്ടിയത്. 4th ഡേ ആകുമ്പോൾ അപ്പോഴും കാലിൻ്റെ മുകൾ ഭാഗത്ത് പിന്നെ ഒരു 5-6 ദിവസത്തിന് ശേഷമാണ് കാലിൻ്റെ മേലെയുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു വരുന്നത്. നമുക്ക് പൊളിച്ചെടുക്കാനൊന്നും പറ്റില്ല. വീഡിയോയിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ വലിച്ച് പൊളിക്കാനൊന്നും പറ്റില്ല. ചെറുതായി പൊഴിഞ്ഞു പോവുക. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള തൊലിയും പൊഴിഞ്ഞിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമാണോ, ഞാൻ യൂസ് ചെയ്തതെല്ലാം മിസ്റ്റേക്കാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ പ്രൊഡക്റ്റ് ഒട്ടും വർക്കായില്ല. പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് തന്നെ പറയും. എന്തായാലും വേറൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഒന്നുകൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയുന്നതായിരിക്കും. ഇതെന്തായാലും എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.